SSLC അല്ല ഇപ്പം പറഞ്ഞാലേ കാര്യമുള്ളൂ. അതിനെന്ന് വെച്ചാൽ SSLC ആദ്യം എഴുതി 1993, 94 എഴുതി, പിന്നെ 96, 95 എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടും തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വാപ്പ തന്നെ അവിടെ മാവേലിക്കരക്കാരനൊരു രാഘവ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം, മറ്റേ വിജയ സൗണ്ട്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബിങ്, വയറിങ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ട് അത് പഠിപ്പിക്കാൻ എനിക്ക് അന്നേരം ഒരു ചുവയുണ്ടായിരുന്നു അതിന്. അങ്ങനെ ഒരു വീട്ടിലിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന റേഡിയോ എടുക്കുക, ചുമ്മാ അതിൻ്റെ പുറകിലത്തെ 2 സ്ക്രൂ അടിക്കുക, അതിൻ്റെ അത് ഇത് മാറ്റിയിട്ട് അതിനകത്ത് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ചുമ്മാ തിരിക്കുക, പറിക്കുക, അതൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യും. അങ്ങനെ എന്തോ അതിനോടൊരു ചാല് കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പഠിക്കാൻ പോയി. അവിടെ നിന്ന് ഞാനിങ്ങനെ ഇലക്ട്രോണിക്സ് പഠിച്ച് ഞാൻ അതുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതമാർഗ്ഗമൊക്കെ കൊണ്ടുവന്നിരുന്നത്, ഇലക്ട്രോണിക്സിലും വയറിങ്ങിലും ഒക്കെ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാനൊരു നയനാർ സർക്കാരിൻ്റെ കാലം, അത് നയനാർ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 15 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ഉള്ളൊരു പ്രോഗ്രാമാണ് യുവജനമേള എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ ഞാനും എൻ്റെ സഹോദരിയും, അപ്പോൾ ഞാൻ പറഞ്ഞ വാപ്പ പണ്ട് ഈ ക്ലബിൻ്റെ പരിപാടിക്ക് വാപ്പ പാട്ട് പാടാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ചുമ്മാ അങ്ങോട്ട് മാറുമ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു പാട്ടിന് ട്യൂണൊക്കെ ചെറുതായിട്ടൊരു താളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതുണ്ട് എല്ലാവർക്കും. ചേട്ടനാണെങ്കിലും ശരി, പെങ്ങന്മാരാണെങ്കിലും ശരി. എൻ്റെ പെങ്ങൾ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. അവളൊരു 10, 14 കൊല്ലം മരണപ്പെട്ടു പോയി, എൻ്റെ ഇളയതായിരുന്നു.